ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ 99% മുസ്ലിമീങ്ങളാണ്. ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല. അവർ ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ പാരമ്പര്യം. അള്ളാഹു ആ പാരമ്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല, എന്തിനാണ് നമുക്ക് ഈ അരുങ്കല, എന്തിനാണ് ഈ പ്രതികാരങ്ങൾ, എന്തിനാണ് ഈ രക്തത്തിന്റെ കണക്കുകൾ? ഇല്ല ഇല്ല, ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിദേ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അറബി കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്റെ ആശയത്തിന്റെ അത്യുന്നതമായ തലങ്ങള് നമ്മുടെ മരണവുമായി ബന്ധിച്ച് ഞാൻ തുടങ്ങുകയാണ്. അറബി കവ പറഞ്ഞത് നിഅമമാ ഖാല ശായിറു, നിഅമമാ ഖാല ശായിറു. അറബി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിദേ. ഈ മണ്ണിന്റെ പുറംതലയുടെ മുകളിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ, മരണമാർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ, ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. എന്റെ മുത്ത് റസൂൽ എന്ന് മദീനയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. അസ്റായീൽ വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഒഴിവായിരുന്നുവെങ്കിൽ, എന്റെ ലോകത്തിന്റെ ഹബീബ്, എന്റെ ലോകത്തിന്റെ ഹബീബ്, ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ്, ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ. അസാലത്തേക്കുൽ ഇമാമത്തേക്കുൽ സിയാറത്തേക്കുൽ ഇമാറത്തേക്കുൽ ഹുകൂമത്തേക്കുൽ വിലായത്തേക്കുൽ खुदा कहेगा तुम्हारे लिए, खुदा कहेगा तुम्हारे लिए. അസാലത്തേക്കുൽ, ഈ ലോകത്തിന് മുഴുവനും അസ്തിത്വത്തിന് അടിസ്ഥാനമായി, ഇമാമത്തേക്കുൽ, ലോക ജനതയുടെ നേതാവായി, ഹുക്കൂമത്തേക്കുൽ, എല്ലാ പ്രശ്നത്തിന്റെയും വിധികർത്താവായി വന്ന നബിയെ, അങ്ങയുടെ വീട്ടിലും അസ്റായീൽ വന്നല്ലോ നബിയെ. അങ്ങയുടെ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട് ഏത് വീടാണ് പെങ്ങളെ? തൃക്കരിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെയോ? വാക്കവി വന്നിട്ടൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. മുത്ത് റസൂൽ ജീവിച്ച വീടേതാ? ആ വീടിന്റെ റൂമേതാ? അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കിടന്നത്. ആയിഷ ബീവി എന്ന പാവപ്പെട്ട ഭാര്യ കിടന്നുറങ്ങിയ വീടിന്റെ മുറിയാണ് ഇന്ന് ഖുർആനിൽ സൂറത്തിന് പേര് വെച്ചത് സൂറത്തുൽ ഹുജറാത്ത്. മുറികൾ, സൂറത്തുൽ ഹുജറാത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ, ഹുജർ എന്ന് പറഞ്ഞാൽ റൂം. ഹുജർ എന്ന് പറഞ്ഞാൽ അർത്ഥം റൂം. ആരുടെ റൂമാണത്? അത് ആ റൂമാണ് 10 മുഴം നീളമുള്ള 8 മുഴം വീതിയുള്ള. ആകാശത്ത് മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിലൂടെ ചോർന്നൊലിച്ച ഹബീബായ നബി തങ്ങൾ കിടന്നുറങ്ങിയ റൂമാ. ആ റൂമിലേക്കാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ആയിഷ ബീവി വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്തെന്നറിയുമോ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും എന്റെ വീടേതാ? അതാണ് ബൈത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹേ, നിങ്ങൾ എത്ര ഭാഗ്യവതിയാ! നിങ്ങൾ താമസിച്ച വീടിന്റെ ഇടയിലാണ് ഭൂമിയിലെ സ്വർഗത്തിന്റെ പണി നിർമ്മാണം പൂർത്തിയായത്. ആയിഷ ബീവി ഭാഗ്യവതിയാണ്. പെങ്ങളെ, ഒരായിഷയാവണ്ട പെങ്ങള്, തൃക്കരിപ്പൂരിലെ പെങ്ങള്, ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കാമുകണ്ട കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കെടുത്തും പൂർത്തിയാക്കി. മണലാരുണ്യത്തിൽ കട്ടപ്പെട്ട വാപ്പയോടുള്ള കണക്ക് മുഴുവനും ഇന്നലെ കണ്ടവന്റെ കൈ പിടിക്കുമ്പോ ഇനി വാപ്പ എന്നെ അന്വേഷിക്കണ്ടെന്ന 4 അക്ഷരത്തിൽ തീർക്കുന്ന പെങ്ങള്, പ്രണയമെന്ന 4 അക്ഷരത്തിലോട് ജീവിതം തീർത്ത പെങ്ങള്, അറിയുമോ നിനക്ക്? ആയിഷ ബീവിയെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്.
തങ്ങളുടെ വല്ലാതെ അസുഖം കൂടിയപ്പോ ഹബീബായ നബി തങ്ങൾ ഒരാഗ്രഹം പറഞ്ഞു ഭാര്യമാരോട്, എന്താണ് നബിയെ? എനിക്കെന്റെ ആയിഷയുടെ വീട്ടിൽ പോകണം, എനിക്ക് അന്ത്യശ്വാസം വലിക്കുന്നത് എന്റെ ആയിഷയുടെ വീട്ടിലായിരിക്കണം. ഓ, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു എനിക്കെന്നെ ആയിഷയുടെ വീട്ടിൽ പോകണം. അവളാണ് എന്റെ കൽബ്, അവളാണ് എന്റെ ഹൃദയത്തിന്റെ തൂവൽ സ്പർശം ആയിഷ റളിയല്ലാഹു അൻഹാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ആകുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ലേ? ഇന്നെല്ലാ പെണ്ണും പ്രണയത്തിലെ, കല്യാണം കഴിഞ്ഞതും കഴിയാത്തതിന് മുമ്പുള്ളതും ഒക്കെ. പ്രണയം എന്നത് ഇന്നൊരു സാർവ ക്യാൻസർ ആവുകയാണ്. ഞാൻ പ്രണയത്തെ നിരാകരിക്കുന്നില്ല, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതലേ പ്രണയമുണ്ട്. അല്ലേ ഉസ്താദ്? ഹബീബായ നബി തങ്ങളുടെ കാലത്ത് പോലും പ്രണയമുണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. തങ്ങൾ എന്നെ നോക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് പ്രണയത്തെ കുറിച്ചാണ്. അല്ലേ ഉദവി? ഖുർആൻ എല്ലാവർക്കും വലിയ സന്തോഷം, ഇങ്ങനെ വേണം പറഞ്ഞു പറയാൻ. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് പ്രണയത്തെ കുറിച്ചാ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ യുസിബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ വഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നബി തങ്ങൾ മദീനയിലേക്ക് പോയ സംഘത്തിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ കാമുകൻ തന്റെ കാമുകയെ വിട്ട് പിരിഞ്ഞിരിക്കാൻ കഴിയാതെ ഇതിലേക്ക് പോയ സംഘത്തിന്റെ കൂടെ കൂടി കാമുകിയോടുള്ള പ്രേമം കാരണത്താൽ വടിയാത്രയിലാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തൃപ്തിക്ക് ഹിജ്റ വന്നവന് അതിന്റെ പ്രതിഫലമുണ്ട്, തന്റെ കാമുകയെ പരിണയിക്കാൻ വന്നവന് അതിന്റെ പ്രതിഫലവുമുണ്ട്. പ്രണയം എക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ലൈല മജ്നൂൻ, ലൈല എന്ന കറുകറുമ്പി പെണ്ണ്, ലൈല എന്ന കറുകറുത്ത പെണ്ണ്. ലൈല കറുമ്പിയാണ് ചരിത്രത്തിലെ ലൈല, എന്നാൽ കറുപ്പിനാണ് സൗന്ദര്യം കൂടുതൽ. എന്നാൽ കറുപ്പിനാണ് സൗന്ദര്യം എന്ന് എല്ലാവരും പറഞ്ഞാൽ കറുക്കുന്ന ഒരു മരുന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം വെളുക്കണ മരുന്നാണ്, എല്ലാം വെളുക്കാനുള്ള മരുന്നാണ്, കറുക്കാനുള്ള മരുന്നില്ല. ലൈല കറുപ്പാണ്, അല്ലാത്ത കറുപ്പ്. കെട്ടിച്ചു വിട്ട സ്ത്രീധനമായിട്ട് 5 ലക്ഷം രൂപയും കൂടെ 5 പാർട്ടിയുടെ ടോർച്ചും കൊടുക്കുന്നത്. എവിടെ നിൽക്കണം നടിച്ചു നോക്കണ്ടേ? അമ്മാതിരി കറുപ്പാണ് ലൈല. എന്നിട്ട് പോലും മജ്നൂൻ പാടി ലൈല എന്റെ പ്രേമഭാജനമാണ്. പ്രണയമെന്നും ഉണ്ടായിട്ടുണ്ട്. ഹുസ്നുൽ ജമാല്, ഇമ്രുൽ കൈസ്, സബൂൽ മുഅല്ലക്ക, അത് ഞാൻ പാടണില്ല. എല്ലാ കാലത്തും പ്രണയമുണ്ടായിട്ടുണ്ട് സഹോദരിമാരെ. പക്ഷേ ഞാൻ പറയാ, ഇന്നലെ കണ്ട കാമുകനെ പ്രണയിക്കാനല്ല, ഞാനൊരു പ്രണയിതാവിനെ പറഞ്ഞു തരട്ടെയോ? അതാരുമല്ല, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുൽ മൗത്ത് അസ്റായീലിനെ പ്രണയിക്കണം. അസ്റായീൽ നമ്മുടെ വീട്ടിൽ വരണം. ഒന്ന് വാതിലിൽ മുട്ടിയിട്ടൊരു കാമുകനെ ചോദിക്കണം, എന്റെ കൂടെ വരുന്നുവോ, എന്റെ കൂടെ വരുന്നുവോ? ഇത് പറയാനാണ് ഞാൻ ഇടയ്ക്ക് പ്രണയം പറഞ്ഞത്. വാതിൽ വന്ന് മുട്ടി ചോദിച്ചു, ഫാത്തിമ ആരാണെന്ന് നോക്ക്. വെളിയിൽ നോക്കിയപ്പോൾ കാബുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് റസൂലിന്റെ വഫാത്ത് പറയാൻ തുടങ്ങാ. കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാൽ സഹോദര, അസ്റായീൽ വരില്ലേ? എന്റെ വീട്ടിലും വരില്ലേ? നിന്റെ വീട്ടിലും വരില്ലേ? മിനിങ്ങാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊല്ലത്തുള്ള എന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയടാ. ഇറങ്ങാൻ നേരത്തെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഞാനിന്ന് പത്രം വായിച്ചിട്ട് അറിയാതെ വല്ലാഹി കരഞ്ഞുപോയി. ഇന്ന് ഞാൻ കരഞ്ഞുപോയി. എന്തെന്നറിയോ കരയാൻ കാരണം? രാവിലെ ഹോട്ടലിൽ നിന്ന് പത്രം വായിക്കുമ്പോ ഷഹീദ് ഫൈസലിന്റെ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചു. ആ സമയത്ത് അമ്മ മീനാക്ഷി വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്റെ പൊന്നുമോൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഇഷ്ടപ്പെട്ടത് വിശ്വസിച്ചതോ? സഹോദരിമാര്, പ്രിയപ്പെട്ട സഹോദരൻ മതം മാറിയിട്ട് സത്യത്തിലേക്ക് പോയിട്ടും അവര് വെറുത്തില്ല. അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞപ്പോ 9, 6, 3 വയസ്സുള്ള 3 ആപ്പിള് പോലെ തുടുത്ത പൊന്നുമക്കൾ ഉപ്പാന്റെ മയ്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന് മുത്തം കൊടുപ്പിച്ചു. കാപാലികരെ,
ആ നിരപരാധിയായ പെൺമക്കളുടെ കൽത്തടത്തിലൊടിയ കണ്ണുനീരിന് നിങ്ങൾ എവിടെയാണ് പ്രായശ്ചിത്തം ചെയ്യുക? ഏത് പാപക്കറയിലാണ്, ഏത് ഗംഗാരക്തത്തിലെ ജലത്തിലാണ് നിങ്ങളത് കഴുകിക്കളയാ? ഞാനപ്പോ ഓർത്തു, അല്ലാ, എന്റെ മയ്യത്തും എന്റെ വീടിന്റെ മുമ്പിൽ വെക്കില്ലേ? ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്റെ പൊന്നുമക്കൾ 3 പേരും, എന്റെ 11 വയസ്സുകാരനും എന്റെ 8 വയസ്സുകാരനും, എന്നെ 3 വയസ്സുള്ള എന്റെ ഹൃദയത്തിന്റെ കൺമണി എന്റെ പൊന്നുമോളും ഇറങ്ങാൻ നേരത്ത് 2 കവിളത്തും മുത്തന്നു. ഉപ്പയെന്ന് വരും, മക്കളെ വ്യാഴാഴ്ച വരും ഇൻഷാ അല്ലാഹ്, മിഠായി കൊണ്ടുവരുമോ? 3 വയസ്സുകാരി ചിനുങ്ങി പോവണ്ട. മിഠായി എന്ന പണ്ട് മുതലേ പറയുന്ന പലഹാരത്തിൽ പിടിച്ചിട്ടിറങ്ങി. ആർക്കറിയാം വ്യാഴാഴ്ച നാളെ നിലമ്പൂര്, മറ്റന്നാള് ചെറുവാടി, അതിങ്ങടിഞ്ഞ് വ്യാഴാഴ്ച അഹമ്മദ് കബീർ അവന്റെ വീടിന്റെ മുറ്റത്ത് ജീവനോടെ എത്തുമോ? അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ, കഫൻ തുണിയിൽ പൊതിഞ്ഞ മയ്യത്താകുമോ വീട്ടുമുറ്റത്തെത്തുക? ആ സമയത്ത് മിഠായി പലഹാരവുമായി കാത്തിരുന്ന വാപ്പ ചേതനയറ്റ ശരീരമായി വരുമ്പോ വാപ്പയുടെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കൾ ഉപ്പ എന്ന് വിളിച്ച് കരഞ്ഞാൽ അവിടെ കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണം, മക്കളെ കരയേണ്ട പൊന്നുമക്കളെ, വാപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ ഉപ്പക്ക് റൗഹുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പക്ക് റൈഹാനുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്. ഉസ്നെ ഷാദി കി ചൂടേ പഹൻകർ സിർഫ് ചുമാതാകെ മേരി കഫനുകോ. കഫന്നുണിയിൽ മുത്തം വെക്കുന്ന മക്കളോട്, മക്കളെ നോപ്പാക്ക് സ്വർഗമുണ്ടെന്ന് പറയാൻ കഴിയണ്ടേ? അതുകൊണ്ട് സഹോദരാ, എല്ലാം നശിച്ചു പോകുന്ന ലോകത്ത് നശിക്കാത്തതിനു വേണ്ടി നമുക്ക് ഒരുമിച്ചുകൂടാം. നമ്മുടെ ഈ ഭാര്യ എന്റെ മയ്യത്തെടുത്താൽ എന്റെ ജീവിതത്തിൽ എന്റെ സുഹൃതമായി വന്ന എന്റെ താഴ്ചയിലും എന്റെ വീഴ്ചയിലും എന്റെ കൊടും പട്ടിണിയിലും എന്റെ ദാരിദ്ര്യത്തിലും ഇന്ന് അല്ലാഹു തന്നവന്റെ അപാരമായ നേമത്തിലും എന്റെ കൂടെ ഒരേപോലെ നിന്ന് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവൾ എന്റെ മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുമ്പോ, ഇന്നലെ യാത്ര പറഞ്ഞു പോയവന് ഇനി ഒരിക്കലും വരാത്ത യാത്രയ്ക്ക് പോകുന്നു, എന്നെ കൂട്ടാത്തതെന്ന് നിരോധിച്ച് പൊട്ടിക്കരഞ്ഞാൽ അവളുടെ കരച്ചിൽ എന്റെ വീടിന്റെ പടിവാതിൽ വരെ, എന്റെ ഭാര്യ എന്റെ വീടിന്റെ പടിവാതിൽ വരെ, കൂടെ വരുന്ന മക്കളോ കബറിൽ മണ്ണിട്ട് മൂടുന്നത് വരെ. ഞാൻ കബറിന്റെ ഉള്ളിൽ 6 അടി മണ്ണിനെ ഞെരിഞ്ഞു കിടക്കുമ്പോ ആകെ എനിക്കൊരു കൂട്ടാരാ, ആ കൂട്ടാണിത്. അല്ലാഹുവേ, ഇതിനേക്കാൾ വലിയ തിളക്കം നീയാ കൂട്ടിന് നൽകണേ അല്ലാ. അതുകൊണ്ട് കബറിലേക്കൊരു കൂട്ടുകാരനായി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഇനി ഞാൻ വഫാത്ത് പറയാ. ആ വഫാത്തോടുകൂടി നമ്മുടെ സദസ്സ് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരും ഈ ജംസിന് വേണ്ടി, ഈ പറഞ്ഞ കർമ്മ പദ്ധതികൾക്ക് വേണ്ടി, ഈ ദറസിന്റെ വിപുലീകരണത്തിന് വേണ്ടി നൂറുകണക്കിന് പണ്ഡിതന്മാരെത്തുന്ന ഈ പുണ്യമായ ദൈവത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും കഴിയുന്നവരല്ല. ഇത് റബീന്റെ സദസ്സാണ്. ഇനി സലാത്ത് കൊണ്ട് ലക്ഷങ്ങൾ മുഴങ്ങുമേ. മാണിയൂർ ഉസ്താദ് കടന്നു വരും. ഒരു ചെറിയ മന്ത്രം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരു ഷിഫായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുണ്യമഹാൻ. ഇൻഷാ അല്ലാഹ് ഒരു 33,333 രൂപ എന്റെ എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കാറുണ്ട്. എത്രയോ ആളുകൾ ഈ സദക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഈ പുണ്യമായ റബീന്റെ സദസ്സിൽ ഹബീബായ നബി തങ്ങളുടെ സലാത്ത് മുടങ്ങിയ ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഒന്നും മനസ്സ് വെച്ചിട്ട് ഒരു 33,333 രൂപ. അല്ലാഹു ഏതാഗ്രഹമാണോ? ഇന്നലെ 1 ലക്ഷം പറഞ്ഞവരുണ്ട്. ഒരു സഹോദരൻ ഇന്ന് എന്നോട് പറഞ്ഞത്, ഉസ്താദ് 1 ലക്ഷം രൂപ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്, അതിന്റെ തടസ്സമൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്നിട്ട് ഇറങ്ങാൻ നേരത്തിനോട് പെല്ല ചോദിച്ചു, ഉസ്താദേ ഞാൻ നിങ്ങളുടെ സദസ്സിൽ 1 ലക്ഷം പറഞ്ഞത് എന്തിനെന്നറിയോ? ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ ഏത് വാതിന്റെ സദസ്സിലാണെങ്കിലും അവിടെ വെച്ച് എനിക്കൊന്ന് ദുആ ചെയ്യണം, എനിക്കതേ ആഗ്രഹമുള്ളെന്ന് പറഞ്ഞ ലക്ഷാധിപതിയായ മനുഷ്യൻ എന്നെ വിതുമ്പുന്നത് ഞാൻ ഇന്ന് കണ്ടു. ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ പേര് പറയണ്ട,
ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ അന്ന് നിങ്ങൾ ഏത് സദസ്സിലാണോ ആ സദസ്സിനെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയിപ്പിക്കണം. ആ പറഞ്ഞ സഹോദരനും അറിയാം, എനിക്കും അറിയാം. പക്ഷേ സഹോദരാ, അറിയില്ലല്ലോ നിങ്ങൾ മരിച്ചു എന്ന് വാർത്ത കേൾക്കാൻ അഹമ്മദ് കബീർ എന്ന് ഭൂമിയുടെ മുകളിലുണ്ടാകുമോ എന്ന്. ആരാണ് ആദ്യം പോകുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരു സഹോദരി കണ്ടോ, മരിക്കുമ്പോൾ പരിപൂർണമായി ഈമാൻ കിട്ടി മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഒരു സ്വർണ്ണ ചെയിൻ, എത്ര കട്ടിയുള്ള ഒരു സ്വർണ്ണ ചെയിന. പെങ്ങളെ, മരിക്കുന്ന നേരത്ത് ഈമാൻ നൽകണേ അല്ലാ. അവരുടെ ആഗ്രഹം ഈ സ്വർണ്ണത്തിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന നേരം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ, അല്ലാഹുവേ, ഈ സ്വർണ്ണം കൈത്തണ്ടയിൽ കിടന്ന ഈ സ്വർണ്ണാഭരണം തന്ന പ്രിയപ്പെട്ട സഹോദരി പുഞ്ചിരിയോട് അസ്റായീലിനോട് സലാം പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട പറയാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു സ്വർണ്ണാഭരണം പെങ്ങളെ, ഒരു പവന്റെ സ്വർണ്ണമില്ലെങ്കിൽ ഒരു പവൻ എഴുതി കൊടുത്താൽ മതി, ഞാൻ ഒരു പവൻ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അരപ്പവൻ കൊടുത്തേക്കാം. ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഒരു സ്വർണ്ണവള, ഒരു സ്വർണ്ണമോതിരം ഈ വോളണ്ടിയേഴ്സിനെ പറഞ്ഞു വിടാണ്. മാണിയൂർ ഉസ്താദ് എത്തുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാ. സമയം ബറക്കത്താണ്. ഇത്ര നേരം ഞാൻ പിരിക്കാത്തതെന്ന് നീ സദസ്സ് ചിന്തിച്ചിട്ടുണ്ടാവാം, സംഘാടകര് ചിന്തിച്ചിട്ടുണ്ടാവാം. എന്റെ കൽബിൽ തോന്നിയ നേരം, ദുആ ഹിജാബത്തുണ്ടെന്ന് പറഞ്ഞ നേരം ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദുമെത്തി. ഇൻഷാ അല്ലാഹ് ഒരു 33,333 രൂപ ശൈഖുന സദസ്സിലോട്ട് കയറുകയാണ്. സന്തോഷത്തോടെ ആരാ പറയൂ ഉസ്താദ്, ഈ സദസ്സിലേക്ക് ഞാൻ കൊടുത്തേക്കാം. ഒന്ന് കൈവത്തി ദുആ ചെയ്യാണ്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ഒന്ന് കൈവക്കിയാ മതി ഇൻഷാ അല്ലാഹ്. 33,333 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സദസ്സിലേക്ക് വരണുണ്ട്. എല്ലാവരും അച്ചടക്കത്തോടെ തന്നെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് വളരെ ഖൈറാണ്, ബറക്കത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മനോജ് പട്ടേൽ, ഇങ്ങനെയാണത്. മനോജ് പട്ടേൽ, അദ്ദേഹം ബോംബെയിലാണ്. ശരീരം തളർന്നിട്ടുണ്ട്, കാല് തളർന്നിട്ടുണ്ട്. ലൈവായി യൂട്യൂബിലൂടെ ഈ വിനീതന്റെ പ്രസംഗം കേട്ടിട്ട് 25,000 രൂപ ഈ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ടല്ലാ. നിന്റെ ദീൻ ഇങ്ങനെയാണ് റബ്ബേ, നിന്റെ ദീൻ ഇങ്ങനെയാണ് റബ്ബേ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഉസ്താദ് വരുമ്പോൾ നിർത്തായിരുന്നു. ഉസ്താദും പ്രസംഗം കേൾക്കാൻ വന്നാന്ന് പറഞ്ഞാൽ ഞാൻ കുഴയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ ഈ വരവ് അല്ലാഹു നമ്മുടെ സദസ്സിനെ ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് സലാത്തും ദുആയുമാണ് ഇനി വഫാത്ത് അല്പസമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് വാഗ്ദാനം ചെയ്തത് ഞാൻ പറയും. അല്ലാഹുവേ, ചോദിച്ചപ്പോ അങ്ങനെ ബോംബെയിൽ നിന്നാണ് മനോജ് പാട്ടീൽ എന്ന സഹോദരൻ. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ശിവലാൽ ചന്ദ്രനാണ് പോസ്റ്റ് ചെയ്ത ആളുടെ പേര്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാം. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഫൈസലേ, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കാവില്ല. ഉംറ ചെയ്യണമെന്നൊരാഗ്രഹം നിനക്കുണ്ടായിരുന്നുവല്ലോ, ആ ആഗ്രഹം ഞാൻ ഏറ്റെടുത്ത് സബലീകരിച്ചു തരുമെന്ന് ഷഹീദ് ഫൈസലിന് ഫേസ്ബുക്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്തത് സുലൈമാൻ അൽ-ശിബിലാൽ എന്ന ഹൈന്ദവ സഹോദരനാണ്. ഈ റബീ പ്രഭാഷണത്തിൽ 25,000 രൂപ മനോജ് പട്ടേൽ എന്ന ഹൈന്ദവ സഹോദരന്. അല്ലാഹുവേ, രോഗങ്ങൾ മാറ്റണയല്ലാ, പ്രയാസങ്ങൾ മാറ്റണയല്ലാ, എല്ലാവിധ അവസ്ഥയിൽ നിന്ന് കാക്കണയല്ലാ.
ബഹുമാനപ്പെട്ട ഹംസാദി പെരുമ്പ 25,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് 50,000 എങ്കിൽ 50,000, 25,000 എങ്കിൽ 25,000, 10,000 എങ്കിൽ 10,000. ഈ സദസ്സ് അല്ലാഹു ഇജാബത്തിന്റെ സദസ്സാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട എസ്.കെ. ഹാദി പെരുമ്പ എല്ലാ സദസ്സിലും അദ്ദേഹത്തിന്റെ ഭാഗധേയമുണ്ട്. നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഖാലിദ് ഹാജി വലിയ പറമ്പ് 25,000 രൂപ റബ്ബേ ഈ റബീഇന്റെ സദസ്സില് മുത്ത് റസൂലിന്റെ സദസ്സില് സദഖ ചെയ്താ 20 രൂപയും നീ കബൂലാക്കണേ അല്ലാ. അവരാ മനസ്സിലേതാഗ്രഹമാണോ നീ അത് സബലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഊരിത്തന്ന സ്വർണ്ണവളകൾക്കും നിങ്ങൾ കട്ടപ്പെട്ട ഈ പൈസയും ഈ വിനീതന്റെ വാത് കേട്ട് തരുമ്പോ തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനൊരു പാവമാണ്, ഞാനൊരു സാധുക്കളാണ്. മാണിയൂർ സാദിനെ പോലെ പൂക്കോയ തങ്ങളെ പോലെ ആത്മീയതയുടെ അത്യുന്നതമായ തലങ്ങളിലിരിക്കുന്നവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാനൊന്ന് ആവർത്തിക്കട്ടെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ജുദിലേബി അഫുവിക ഹാനൽ ഫഖീറു. അല്ലാഹുവേ അല്ലാഹുവേ, ഒരു പരമദരിദ്രനാണ് ഞാൻ. ഈ പറച്ചിലല്ലാതെ ഇൽമിലും അമലിലും കുറഞ്ഞവനാണ്. എന്റെ കാര്യത്തിൽ ഞാൻ ബേജാറിലാണ്. തഫക്കറുതു ഫീ ദംബി വാസിൽതു ദമഅതി. അല്ലാഹുവേ അല്ലാഹുവേ, ബിഅഫ്വിക റബ്ബി കാന അഫൂക അളമാ. കബീർ ബാക്കവി പ്രസംഗ വിട്ടവാന്ന് പറഞ്ഞ് എല്ലാവരും സ്നേഹിക്കുമ്പോ എന്റെ മനസ്സ് തന്നെ എന്നെ ചെറുതാക്കുന്നു. റബ്ബേ മുഹമ്മദ് കബീറെ, നിനക്ക് യോഗ്യതയുണ്ടോ? നീ അമലിലാരാണ്? നീ ഇൽമിലാരാണ്? റബ്ബേ, നിങ്ങളുടെ കൽബിനെ നീ ശുദ്ധിയാക്കി തരണയല്ലോ, നൽകണയല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുമ്പോലും അതൊരു നാവിന്റെ പ്രസരിപ്പല്ലേ, ഇതൊരക്ഷരത്തിന്റെ വിപ്ലവമല്ലേ? അതിനപ്പുറം അല്ലാഹുവേ, എന്റെ എപ്പോഴും എന്റെ ബേജാറ് തഫക്കറുതു ഫീ ദംബി വാസിൽതു ദമഅതി. എന്റെ പാപക്കറയോത്തിട്ടാണ് എന്റെ കണ്ണുനീര് പൊഴിച്ചത്. അല്ലാഹുവേ, എല്ലാവരും പറയുന്നു ബാക്കവി ദുആ ചെയ്യണേ. ഇന്നും ഒരു സഹോദരി വിളിച്ചിട്ട് ഭർത്താവിന് ക്യാൻസറാണ്. ഉസ്താദേ, ക്യാൻസർ വന്ന് കീമോ എടുത്തിട്ട് പോലും ഇന്നലെ ഉസ്താദ് ഇവിടെ വാളിന് വരുന്നെന്നറിഞ്ഞിട്ട് എല്ലാവരും തടഞ്ഞിട്ടും പറഞ്ഞു ഇല്ല ഇല്ല, എനിക്ക് മരുന്നിൽ വിശ്വാസമില്ല, ബാക്കി ഉസ്താദിന്റെ സദസ്സിൽ പോകണം. ആ ക്യാൻസർ രോഗി വായ മൂടിക്കെട്ടിയിട്ട് അതിന്റെ മുകളിൽ തോർത്തുമുണ്ട് കെട്ടിയിട്ട് ഇന്ന് ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സദസ്സിൽ വന്നു. ഇന്ന് ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറ, ദുആ ചെയ്യാം. അല്ലാഹുവേ, മാണിയൂർ ഉസ്താദിനോട് ഞാൻ വസിയത്ത് ചെയ്യാണ്, ആ രോഗിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഉസ്താദിന്റെ ദുആയിൽപ്പെടുത്തണം. എന്തിനാണ് ക്യാൻസർ വന്ന് റേഡിയേഷൻ ചെയ്തിട്ട് എഴുന്നേക്കാൻ വയ്യ, വായ മൂടിക്കെട്ടിയിട്ടാണ് ഈ റബീഉ പ്രഭാഷണത്തിൽ വന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേയുള്ളൂ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അർശിന്റെ തമ്പുരാൻ ആരെയാണ് സ്വീകരിക്കുന്നതെന്നറിയില്ലല്ലോ. റബ്ബേ, ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണയല്ലോ. ഈ സദഖയുടെ സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണയല്ലോ. ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യാൻ. ഒരു സഹോദരിമാര് 2 സ്വർണ്ണാഭരണം റബ്ബേ റൗളയുടെ ചാരത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അവരുടെ ഹൃദയത്തിന് നീ തൗഫീഖ് നൽകണയല്ലോ. ഈ സ്വർണ്ണാഭരണത്തിന് പകരം റൗളയിലെത്തിക്കണയല്ലോ. മദീനയാണ് ഞങ്ങളുടെ പ്രണയം, മദീന കോ ജായേ യേ ദിൽ ചാഹതാ ഹേ, മദീന കോ ജായേ യേ ദിൽ ചാഹതാ ഹേ. മദീനയിലെത്തണമാണ് ഹൃദയത്തിന്റെ ആഗ്രഹം. റബ്ബേ, ഈ പാവങ്ങളെ മദീനയിലെത്തിക്കണയല്ല.
ഭാര്യയുടെ അസുഖം മാറാൻ തെക്കേക്കോട് നുസ്രത്ത് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞാജി 25,000. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഭാര്യയുടെ അസുഖം നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, ഭാര്യയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ സദസ്സ് മാറ്റിവെച്ചത്. ഞങ്ങളുടെ ഭാര്യ ഏതോ നിന്റെ സാബിക്കായ കലായില് എവിടെയോ വെച്ച് 2 കൈ ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്ന പ്രിയപ്പെട്ടവൾ കബിൽ തൂമിൻക നിക്കാഹ, നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സാന്ത്വനിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ പ്രസവിച്ചു തന്ന് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്ന് ഞങ്ങൾ വരുന്നതും കാത്തു വാതിൽപ്പടിയിൽ കാത്തു നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ, ഞങ്ങളുടെ ഭാര്യക്കൊരു രോഗം വന്നാൽ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടു റബ്ബേ. പിന്നെ ഞങ്ങളുടെ മക്കളെ തർബിയത്ത് ചെയ്യാൻ, ഞങ്ങളുടെ മക്കൾക്ക് ഇല്ലായ്മയിൽ നിന്ന് ഖൈർ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ ഹാജറ ബീവിയെ പോലെ ആക്കിത്തരണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരു ബഹുമാനപ്പെട്ടവർ ഇന്നെന്നോട് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 35 വർഷമായി. അല്ലാഹുവേ, 35 വർഷമായിട്ട് കൽബിലൊടുങ്ങാത്ത സ്നേഹത്തെ സ്വർഗം വരെ നിലനിർത്തണേ അല്ലാ. മുഹമ്മദ് ഹാജിയുടെ ഭാര്യയുടെ ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി ഹോട്ടൽ ഇംപീരിയൽ ബാംഗ്ലൂര് 33,333 രൂപ. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആ സംരംഭത്തില് ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറും നീ നിറച്ചു കൊടുക്കണേ റബ്ബേ. അവസാനം വരെ നീ നൽകിയ ആരോഗ്യം നിലനിർത്തണേ അല്ലാ. എല്ലാരും ഒന്ന് സഹകരിക്കണേ. സമയമേറെയായി. അവരവരെ കൊണ്ട് ഈ റബീൽ ചെയ്യാൻ പറ്റുന്ന സദഖ. വേറൊരു സഹോദരൻ 33,333 രൂപ. റബ്ബേ, ഈ പാവങ്ങളുടെ സമ്പത്തിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അവർക്ക് നീ നൽകിയത് ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ റബ്ബേ, ആലിമീങ്ങളാക്കണേ അല്ലാ. പേര് പറയാത്തൊരു സഹോദരി ശ്വാസം മുട്ടുണ്ട്, കാൽമുട്ട് വേദനയുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്. സുഖമാകാൻ, മകന്റെ വയറുവേദനയും കിഡ്നിയുടെ കല്ലും മാറാൻ, ഭർത്താവിന്റെ മക്കളെയും കൂട്ടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ആ പെങ്ങളൊരു സ്വർണവള. എന്താണ് ആഗ്രഹം? രോഗം മാറണം, ഭർത്താവിനെയും മക്കളോടുമൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. കൂടും പെങ്ങളെ. ഭാര്യ മരിച്ചിട്ട് കബറടക്കിയിട്ട് കാത്തിരിക്കുന്ന ഭർത്താവിന് ഇനി ഒരിക്കൽ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കാത്തിരിപ്പിനെന്ത് അർത്ഥമാണുള്ളത്? ഭർത്താവ് പള്ളിക്കാട്ടിൽ പോയിട്ട് ആ ഭർത്താവിന്റെ സ്മരണകളിൽ കാത്തിരിക്കുന്ന ഭാര്യക്ക് ഇനി ഭർത്താവിനെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കാത്തിരിപ്പിനെന്തർത്ഥമാണുള്ളത്? കണ്ടുമുട്ടും നമ്മൾ. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂർ. അവരും അവരുടെ ഭാര്യയും അവരുടെ മക്കളും അവരുടെ മാതാപിതാക്കളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. സ്വർണ്ണവള തന്ന പെണ്ണെ, ഭർത്താവിനോടൊത്ത് മക്കളോടൊത്ത് സ്വർഗത്തിന്റെ ഭക്ഷണം തിന്ന് സ്വർണ്ണക്കട്ടിലിൽ കെട്ടിപ്പിടിച്ചിരിക്കാ നീ അവൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഭർത്താവിന്റെയും മക്കളുടെയും രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഞാനാ പറയാ 25,000. ഒരു സഹോദരി സ്വർണ്ണ ലോക്കറ്റ്. ചുരുക്കി പറയാം, ജംസ് സ്കൂളിലെ അധ്യാപകൻ സുഫൈദ് ഹുദവിയുടെ കുടുംബത്തിൽപ്പെട്ട +2 വിദ്യാർത്ഥിനി മംഗലാപുരത്ത് ബ്ലഗ് കോട്ടായി ഹോസ്പിറ്റലിലാണ്. എല്ലാവരും ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ.
അല്ലാഹുവേ, മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അദൃശ്യ ലോകത്തിന് അനന്യസാധാരണമായ ലോകത്തിന്റെ പ്രതിനിധികളായി ആത്മീയ സദസ്സിൽ ആവിർഭാവം നൽകിയ അല്ലാഹുവിന്റെ മലക്കുകളുടെ ബറക്കത്തുകൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് ആ രോഗിക്ക് നീ ശിവ നൽകണേ അല്ലാഹ്. ശ്രീ അബ്ദുൽ അസീസ് ഹാജി മേറ്റമ്മൽ 25,000 രൂപ റബ്ബേ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. ഏതൊക്കെ മുറാദാണോ ഹാസിലാക്കണേ അല്ലാഹ്. 2 സ്വർണ്ണാഭരണങ്ങൾ 2 സഹോദരിമാർ റബ്ബേ കബൂലാക്കണേ തമ്പുരാനെ. ഒരു 3 സലാത്തല്ലി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാഫി അവന്റെ കുഞ്ഞുമോന്റെ വിരലിൽ കിടന്ന മുഴുവൻ സ്വർണ്ണവളയും 7 സ്വർണ്ണ മോതിരം 7 ഉണ്ട്, ചെറിയ മോതിരം 7. കുഞ്ഞുമോൻ പ്രസവിച്ചപ്പോ ആരൊക്കെയോ ഇട്ടുകൊടുത്തതാണ്. എന്റെ കയ്യിൽ തന്ന് എന്റെ മോൻ സാദിന് വേണ്ടി ദുആ ചെയ്യണം. 7 മോതിരമുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുമോനെ നീ സ്വാലിഹാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ അല്ലാഹ്. ഷാഫിക്കും ഭാര്യക്കും കൺകുളിർമേകുന്ന ഖുർറത്ത് ഐനായ പൊന്നുമോനായി ഹാഫിളാക്കി ആ പൊന്നുമോനെ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ സദഖ ചെയ്യണം കുഞ്ഞിന് കിട്ടിയതൊക്കെ. പിന്നെ ഒരു 5 സ്വർണ്ണ മോതിരം. ഹംസക്കുട്ടി ഹാജി 33,333. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഹംസാദിയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ മുസീബത്തുകളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആ സ്വർണ്ണമോതിരം തന്ന മുഴുവൻ സഹോദരിമാരും അതിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, സർവ്വവിധ ഐശ്വര്യവും ആ സഹോദരിമാർക്ക് നൽകി അതിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ വലിബാസുഹും ഫീഹാ ഹരീർ. സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം ധരിപ്പിക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം ഉടുപ്പിക്കണേ അല്ലാഹ്. ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസാ. മഹാനായ തഴവ ഉസ്താദ് എന്തന്തസായ ജീവിതമാണ് സ്വർഗത്തിൽ. അല്ലാഹു നമുക്ക് ആ സഹോദരിമാർക്ക് ആ അന്തസ്സുള്ള സ്വർഗജീവിതം നൽകുമാറാകട്ടെ. നിസാർ MFIP ഓൺലൈനിലൂടെ 10,000 രൂപ ഉമ്മാക്കും വാപ്പാക്കും 2 മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. വീടിന്റെ പണി പൂർത്തിയാകാൻ നിയത്ത് ചെയ്ത് ഇസ്ഹാഖ് അലി MFIP ലൈവിൽ 6,666. കമൽ സുൽത്താൻ 3,333 കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. കോയ ഉസ്താദിനും വർക്കല ഉസ്താദിനും വേണ്ടി ദുആ ചെയ്യാൻ. ഖലീലുള്ള പൂന്തുറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അറിവിന്റെ വെളിച്ചത്തിലേക്ക് വിനീതന നടത്തിയ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ കോയ ഉസ്താദും വർക്കല ഉസ്താദും അല്ലാഹുവേ, ആ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. നൂറുൽ ഹുദാ ശൈഖുനാ, അല്ലാഹുവേ, ആ കബറിലേക്ക് നീ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. ഷബീർ വിപിക്ക് 5,000 രൂപ ഖൈറായ ജോലിക്കും സാലിഹായ സന്താനത്തിനും ഭാര്യയുടെ സുഖപ്രസവത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. പെണ്ണുങ്ങളെ പെട്ടെന്ന് വളരെയും ഈ സദസ്സിൽ സലാത്ത് തുടങ്ങാൻ. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇനിയിപ്പോ വഫാത്ത് പറയണങ്ങനെ. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് എത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ നടക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സ് അൽഹംദുലില്ലാഹ് എല്ലാവരും നിശബ്ദതയോടെ കാത്തിരിക്കുന്നു ഉസ്താദിന്റെ ദുആയ്ക്ക് വേണ്ടി. അല്ലാഹു എല്ലാവരും വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് പരമാവധി കയറി വന്നോളി. വഫാത്തൊരു അല്പം ഞാൻ പറഞ്ഞേക്കാം, വിവരിച്ചു പറയാൻ പറ്റൂല, വാക്ക് പാലിക്കാൻ വേണ്ടി ഒരല്പം പറയാം. എല്ലാവരും ഒന്ന് അകത്തോട്ട് വെളിയിൽ നിൽക്കുന്നവരൊക്കെ. ഇത്രയും നേരം അപ്പുറത്തിരുന്ന് കേട്ടവരൊന്നും ഞാൻ വിഷമത്തിൽ ഇഷ്ടമുള്ളിടത്തിരുന്ന് കേൾക്കാം. പക്ഷേ എല്ലാവരും ഒന്ന് അകത്തോട്ട് കയറി വന്ന് സദസ്സിന്റെ ഉള്ളിലോട്ട് വന്ന് നിൽക്കീൻ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖൈറാക്കി തരട്ടെ. ഭാര്യയുടെ ഓപ്പറേഷൻ മാറാൻ 6,666 അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ.
ഡെങ്കപ്പനിയെ ബാധിച്ച ഒരാൾക്ക് സുഖപ്പെടാൻ 6766 രൂപ. മരണപ്പെട്ട ഉമ്മുമ്മയുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ. അല്ലാഹുവേ നീ ആ ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല, ഐശ്വര്യം നൽകണയല്ല, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഈ റബീന്റെ സ്വലാത്തിന്റെ സദസ്സിൽ, ദുആയുടെ സദസ്സിൽ പെങ്ങളെ ഒരു സ്വർണ്ണാഭരണം, പെങ്ങളെ ഒരു സ്വർണ്ണാഭരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ വില നാളെ ഖബറിലാണ് അറിയുക, ഇതിന്റെ വില നാളെ സ്വർഗത്തിലാണ് അറിയുക. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു ഉള്ള ലിസ്റ്റൊക്കെ എടുക്കട്ടെ, എഴുതുക. ഒരു സഹോദരന്റെ മകൾ എല്ലിന് ക്യാൻസർ ബാധിച്ചിട്ട് നമ്മുടെ പ്രവർത്തകനാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരക രോഗത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണയല്ല, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല. മലേഷ്യയിൽ നിന്ന് മുനീർ, എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദീർഘായുസിന് ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 33,333 രൂപ. ഇതൊക്കെ നമ്മുടെ MFIP ലൈവിലൂടെ കിട്ടുന്നതാണ്. അള്ളാഹുർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. മലേഷ്യയിൽ നിന്ന് ലൈവായി, ഇന്നലെ ഈ പ്രസംഗം ലൈവായി 30,000 ആളുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെയല്ല, ഇതിന്റെ ഇരട്ടി നാടിന്റെ നാനാഭാഗത്ത് ഇത് ലൈവായിട്ട് കാണുന്നുണ്ട്. അള്ളാഹു ഇതിനെ നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു ഓർക്കൊക്കെ ആമീൻ പറയുന്നവരുണ്ട്. ഇപ്പൊ വന്ന സദക്ക തിരുവനന്തപുരം പൂന്തുറ, ഞാൻ പഠിച്ച നാടാണത്, അവിടെ നിന്നൊക്കെയാണ് ഈ സദക്കകൾ വരുന്നത്. അള്ളാഹു നിലനിർത്തട്ടെ. ഹലാലായ മുറാദ് ഹാസിലാവാൻ മുഹമ്മദ് മുനീർ ബിരിച്ചേരി 33,333 രൂപ. മുനീറിന്റെ സുഹൃത്തു കൂടിയാണ്, മലേഷ്യയിലാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ദീർഘായുസ്സ് നൽകണയല്ല, ആഫിയത്ത് നൽകണയല്ല. ഒരു സഹോദരി 4,444 രൂപ. AR രോഗം ശിഫയാവാൻ. ഇനി ബാക്കിയുള്ളപ്പോ ഒന്നിച്ച് ഇതൊക്കെ എടുത്തു, ഇല്ലെങ്കിൽ വായിച്ചതേ കാണുള്ളൂ, കിട്ടുന്നുണ്ടോ? 3,333 ഹംസക്കുട്ടി ഹാജി പെരുമ്പ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹുവേ നീ സബലീകരിക്കണേ അള്ളാഹുവേ സബലീകരിക്കണേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സ്വർണ്ണ മോതിരം. ഇൻഷാ അല്ലാഹ് ഒരു ഉസ്താദ് എത്തി. ഉസ്താദിനെ ഒത്തിരി നേരം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉസ്താദ് എത്രയോ നേരം കൊണ്ട് ആളുകൾ വരുന്നു, കാണുന്നു, മന്ത്രിച്ചു കൊടുക്കുന്നു. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നമുക്കൊക്കെ വല്ലാതെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അള്ളാഹു നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഒരു ഷിഫായിന്റെ ഒരു മാധ്യമത്തെ അള്ളാഹു തരും. അള്ളാഹു നമ്മുടെ സയ്യിദന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുണ്യമായ നേതൃത്വങ്ങൾ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാന്യനായ ശൈഖുനായ പി സദവറുകൾ സുഖമില്ല, ആരോഗ്യപരമായി സുഖമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യത്തോളം ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനതുകൊണ്ട് എൻ്റെ റബീ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതി മന്ത്രിച്ച തേനും വെള്ളവും ഉസ്താദിന്റെ ദുആയും ഒക്കെ നടക്കും. എനിക്കാണെങ്കിലും നേരെ നാളെ രാവിലെ പെരിന്തൽമണ്ണയിൽ ഒരു സുബഹിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അതിനത്ര എന്താ ചെയ്യുക, എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യുന്നു. എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ചിലർക്കൊക്കെ വിളിക്കുത്തരം കൊടുക്കുക, ചിലർക്കൊക്കെ പോകാൻ പറ്റാതെ ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മുടെ മനസ്സിലൊരു പൊടി പോലും അഹങ്കാരമില്ലാതെ അള്ളാഹുടെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന എളിയ ദാസന്മാരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ ദാരിം എന്നെ വാളു പറയാനും സമ്മതിക്കത്തില്ല, ഉറങ്ങാനും സമ്മതിക്കത്തില്ല. രാവിലെ 10 മണിക്ക് വന്ന് വാതിൽ മുട്ടി എൻ്റെ ഉറക്കം കളഞ്ഞു. ഇപ്പം ഞാൻ വാളു പറയാൻ പോയപ്പോൾ എന്നോട് ഇവിടുത്തുകാർ പറഞ്ഞത് ഈ ഉത്സാഹത്തിന് കയ്യും കാര്യം വരരുത് ദാരിമിയാണെന്ന്. ഓടി നടക്കും. ഒരു വലിയ സമസ്തയുടെ എളിയ സേവകനാണ് അദ്ദേഹം. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ആ കാണുന്ന ആളല്ല, പൊക്കം കുറവാണെങ്കിലും അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നടുവിൽ അലി റളിയല്ലാഹു നടന്നു പോവാണ്. അലി റളിയല്ലാഹു വലിയ പൊക്കം കുറഞ്ഞ സഹാബിയാണ്.
അപ്പൊ വെറുതെ കളിയാക്കിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയുൻ ബൈനനാ കന്നൂനി ഫീ ലനാ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അലി നടക്കുന്ന കണ്ട ലനായിലെ നൂൻ പോലെയാണ്. ലന എന്ന് എഴുതുമ്പോൾ ലാമിന്റെ അലിഫ് പൊന്തി നിൽക്കും, നൂനിന് ശേഷമുള്ള അലിഫ് പൊന്തി നിൽക്കും, നൂനിന്റെ ആ കുനിപ്പ് ഇങ്ങനെ താന്ന് നിൽക്കും. അധികായന്മാരായ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും നടുക്ക് അലി നിൽക്കുമ്പോൾ ഈ നൂനിന്റെ കുനിപ്പ് മാതിരി അലിയും ബൈനന കന്നൂനി ഫീ ലന, ലനായിലെ നൂൻ പോലെയാണ്. അലി റളിയല്ലാഹു തആല അൻഹു വിടുവോ? മുത്ത റസൂലിന്റെ മരുമകനല്ലേ, ഫാത്തിമയ്ക്ക് കിട്ടിയ പുതിയാപ്പിളയല്ലേ. ഉടനെ തിരിച്ചടിച്ചു, ഉമറെ ലൗല അന ലകുന്തുമാല. ആ നടുക്ക് ഞാനില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പിന്നെ ഉണ്ടാവില്ല, അപ്പുറത്ത് ഇങ്ങനെ പൊന്തി നിൽക്കാനേ പറ്റും, നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് ഞാനാണ് ഉമറെ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു. അവരുടെ തമാശയും ഒക്കെ അങ്ങനെയായിരുന്നു. ലൗല അന ലകുന്തുമാല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ പുതിയാപ്പിളയായി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഉപ്പ ഈ പട്ടിണി പിടിച്ച പാവത്തിനെയാണോ എനിക്ക് പുതിയാപ്പിളയാക്കി തന്നത്, ഒരു നല്ല ധനാഢ്യനെ ഒന്നും തന്നില്ലല്ലോ ഉപ്പ എന്ന് മോള് പരാതി പറഞ്ഞപ്പോ, മോളെ ഇന്നല്ലാഹ ഇഖ്താറ റജലൈനി ലിൽ ജന്ന, രണ്ട് പുരുഷന്മാർക്ക് അല്ലാഹു സ്വർഗ്ഗം ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അഹദുഹുമ അബൂക്കി, ഒന്ന് നിന്റെ ഉപ്പയായ ഞാനാ, രണ്ട് സൗജുക്കി, രണ്ടാമത്തെ നിന്റെ ഭർത്താവായ അലിയാണ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ തൃപ്തിപ്പെട്ടു. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അത് മതി. ഞാൻ ഉസ്താദ് ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നിർത്തണം ഇൻഷാ അല്ലാഹ്. വഫാത്തിന്റെ ഒരല്പം പറഞ്ഞ് ഇൻഷാ അല്ലാഹ്, ഒരു ബറക്കത്തിന് വേണ്ടി ഉസ്താദ് ഒരല്പം നന്നായി പറയാം. ഉസ്താദിനെ ചാരി ഇവിടെ നിന്ന് പോവാനാണ് ഞാൻ ശ്രമിക്കണം. അപ്പൊ ഉസ്താദ് വീണ്ടും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതാണ് സമസ്തയുടെ പണ്ഡിതന്മാരുടെ ലാളിത്യം. പാവപ്പെട്ടവനെ കേൾക്കാൻ വലിയവർ വന്നിരിക്കും. എനിക്ക് ശേഷം ജലപ്രളയം എന്നുള്ളൊരു തീരുമാനം അവർക്കില്ല. അല്ലാഹു ആ ലാളിത്യത്തെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എങ്ങനെയാണ് വഫാത്ത് പറയുക, എങ്ങനെയാണ് മുത്ത് റസൂൽ വിട പറഞ്ഞെന്ന് പറയാ. തൃക്കരിപ്പൂരിന്റെ ഈ റബീഉ പ്രഭാഷണം ഇവിടെ സമാപിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, ഭാര്യമാരെ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് അവസാനം എന്റെ പ്രിയപ്പെട്ട ആയിഷയുടെ വീട്ടിലേക്ക് പോകണം റളിയല്ലാഹു അൻഹാ. പനികരശലായി മുത്തുനബിക്ക് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് മാറ്റപ്പെട്ടു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. വാതിലൊരു മുട്ട് കേട്ടു. പൊന്നുമോൾ കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല ചാരത്തുണ്ട്. ഫാത്തിമ മമ്പിൽ ബാബിയ, ഫാത്തിമ വാതിലിൽ ആരാണെന്ന് നോക്കുമോളെ. വാതിൽ തുറന്നപ്പോ ഒരാളെ കണ്ടു. ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ? ആ സമയത്ത് പറഞ്ഞു, ഞാൻ അസ്രായീലാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും റൂഹിനെ പിടിച്ചുകൊണ്ട് അതിന്ദ്രിയമായ ലോകത്തേക്ക് നടന്നുപോയ മരണത്തിന്റെ മാലാകയാണ് ഞാൻ. വേവതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ പൊന്നുമോളോട് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ മരണദൂതനാണ് ഉപ്പാ. മരണദൂതൻ കടന്നു വന്നു. സന്ദർശകനായിട്ടാണോ വരവ്? അതല്ല, എന്നെ കൊണ്ടുപോകാനുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന് നാം കേട്ട് പഴകിയതാണിത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ആ സമയത്താണ് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ വന്നതാണ് നബിയെ റൂഹ് പിടിക്കാ. അപ്പോഴും പറഞ്ഞു, അസ്രായിലെ പിടിച്ചുകൊള്ളുക. കുറെ നേരത്തെ ആശയ സമ്മാനങ്ങൾ, പരസ്പരമുള്ള വർത്തമാനങ്ങൾ. അവസാനം പറഞ്ഞു, ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അസ്രായിലെ ഞാൻ വരികയാണ് റബ്ബിന്റെ അടുക്കലേക്ക്. ഞാൻ വരികയാണ്. ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ ആയിഷ ബീവിയുടെ 8 മണം നീളമുള്ള 10 മണം വീതിയുള്ള ആകാശത്തും മഴ പെയ്താൽ ചോർന്നൊരുക്കുന്ന കൊച്ചു കൂരയുടെ മുമ്പിൽ മദീനയുടെ മഹാപ്രവാഹം ഒരുമിച്ച് കൂടി. മുത്ത് റസൂലിന് ശിഫയായോ? അല്ലാണ്ട് റസൂലിന്റെ രോഗത്തിന് ശിഫയുണ്ടോ അറിയാനുള്ള വ്യഗ്രതയോടെ ആസിഖീങ്ങൾ പാരാവാരം പോലെ കുടിലിന്റെ മറുഭാഗത്ത് മസ്ജിദ് നബവിയിൽ കാത്തുനിന്നു. അപ്പോഴാണ് അസ്രായീൽ
റൂഹ് പിടിക്കുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, സമയം വൈകിയത് കൊണ്ട്. തൊണ്ടക്കുടിയിലേക്ക് വരികയാണ് റൂഹ്. പെരുവരളിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. ആ ലോകത്തിന്റെ വസന്തത്തിന്റെ ഏത് ലോകത്തിനും വെളിച്ചമായി വന്ന വെളിച്ചം അവസാനിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. തൊണ്ടക്കുടിയിലേക്ക് എത്താൻ പെരുവരളിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. വേദന ആ ശരീരത്തെ പിടികൂടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ വേദന സഹിച്ചു കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസയുടെ വളർത്തു മകനാണ്. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗവിവരം അറിയാണ് അവിടേക്ക് കടന്നു വന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. ഹബീബായ നബി തങ്ങൾ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. ആയിഷ റളിയല്ലാഹു തആല നോക്കുമ്പോ മടിത്തട്ടിലിരുന്ന് സക്കറാത്തിന്റെ വേദനയിൽ പിടയുന്ന റസൂൽ ഇബ്നു ഔഫിന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. ആ നോക്കം മരണത്തിന്റെ അവസാനത്തെ മടിത്തട്ടിലും തന്റെ ഭർത്താവ് മിണ്ടാതെ മൗനമായി നോക്കിയപ്പോ ആയിഷ ബീവിക്ക് മനസ്സിലായി ഹബീബായ നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതാണ് പെണ്ണേ ഭാര്യ, ഇതാവണം പെണ്ണേ ഭാര്യ. മരണത്തിന്റെ മണക്കം വരുമ്പോഴും തന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ ഒരു ചലനത്തിന്റെ മൗനത്തെ വാചാരമായി മനസ്സിന്റെ പ്രണയം കൊണ്ട് തിരിച്ചറിഞ്ഞ ഭാര്യ. ആയിഷ ബീവിക്ക് മനസ്സിലായി മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി ഒരു മിസ്വാക്ക് എടുത്ത് ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരൽ മുറുകുന്നില്ല. സക്കറാത്തിന്റെ വേദന ശരീരത്തെ പിടികൂടുന്നുണ്ട്. വിരൽ കൊണ്ട് മുറുക്കി പിടിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല മിസ്വാക്കിന്റെ അറാക്കുന്ന വൃക്ഷത്തിന്റെ കമ്പെടുത്ത് തന്റെ വായിൽ വെച്ചിട്ട് നന്നായിട്ട് ചവച്ച് വൃത്തിയാക്കി, ചവച്ച് മൃദുവാക്കി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ നാഥന് ഇടത്തെ കൈകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ കവിളിൽ പിടിച്ച് ആ കവിള് തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ചു. ഉമ്മ കുഞ്ഞിനെ വാത്സല്യത്തോടെ ചേർക്കുന്നത് പോലെ കൊതിക്കണം പെങ്ങള്. ഇടത്തെ കൈകൊണ്ട് തന്റെ ഭർത്താവിന്റെ മുഖം പിടിച്ചു വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ആ കടിച്ച് ചവച്ച് വെച്ച അറാഖിന്റെ കമ്പുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് പല്ലു തേപ്പിച്ചു കൊടുക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പല്ല് തേപ്പിക്കുകയാണ്, പല്ല് തേക്കുകയാണ്. ആ സമയത്താണ് രോഗവിവരം അറിയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല വാതിലിന്റെ ഭാഗത്ത് വന്നെത്തി നോക്കുന്നത്. പല്ല് തേച്ചുകൊണ്ടിരിക്കവേ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടപ്പോ തന്റെ വളർത്തുപുത്രനായ സയ്യിദിന്റെ മകൻ ഉസാമ, താനേറെ സ്നേഹിച്ച ഉസാമ പള്ളിയിലിരിക്കുമ്പോ കറുത്തവനായ ഉസാമ മലം കമന്ന് വീണിട്ട് മൂക്കിലൂടെ രക്തമൊലിച്ചപ്പോ ഓടി ചെന്ന് മടിയിലിരുത്തിയിട്ട് രക്തം തുടച്ചു കൊടുത്തതെന്റെ പ്രിയപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടു. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി പറയാ, നബി തങ്ങൾ മെല്ലെ ഇങ്ങനെ കൈ പൊന്തിക്കാൻ തുടങ്ങി. ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ നേരത്തൊന്ന് പൊന്തിക്കാൻ പോലും പറ്റാത്ത കയ്യ് എന്തിനാണ് നബി തങ്ങൾ കട്ടപ്പെട്ട് പൊന്തിക്കുന്നത്? ഞാൻ നോക്കിയപ്പോ കാണാമെന്ന ഉസാമയുടെ നേരെ മെല്ലെ കൈപൊക്കിയിട്ട് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഒന്ന് ആംഗ്യം കാണിച്ചു. ഇങ്ങനെ രണ്ട് കൈയും കൂട്ടി ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ആംഗ്യം കാണിച്ചു. എന്തെന്നറിയോ? ഉസാമ സക്കറാത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഉസാമ, ഈ മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമ റളിയല്ലാഹു അൻഹു. മരിക്കുന്ന നേരത്ത് സക്കറാത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഉസാമ, മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിരലുകളാണ് ആകാശത്തേക്ക് ഉയർത്തിയപ്പം മഴ പെയ്യിപ്പിച്ച നിസാരത്തിന്റെ തിരുവിരൽ, ചന്ദ്രഗോളത്തെ പൊട്ടിപ്പൊറിപ്പിച്ച ചെരുവിരൽ, അത് വെച്ചിട്ടാണ് പറയുന്നത് ഉസാമ, ആരുടെ മുമ്പിലും മരണം ലാഘവത്വം കാണിക്കില്ല, ആരോടും മരണം ലാഘവത്വം കാണിക്കില്ല. അസ്രായീലിന് മൃദുലത അറിയില്ല ഉസാമ, അസ്രായീലിന് മൃദുലത അറിയില്ല ഉസാമ. ഈ മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമ റളിയല്ലാഹു തആല അൻഹു.
എന്തിനാണ് സഹോദരങ്ങളെ ഇതൊക്കെ? വഫാത്ത് പറഞ്ഞ് കരയിപ്പിക്കാനല്ല. മരിക്കുന്ന സക്കറാത്തിന്റെ നേരത്ത് മുത്തു റസൂൽ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സമയമാണിത്. അല്ലാഹുവേ, ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ അല്ലാ, സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ അല്ലാ. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. ആരെയും കാണാത്ത നേരത്ത് നീ ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ. റൂഹ് തൊണ്ടക്കുടിയിലെത്തി, സമയം വൈകുന്നു. തൊണ്ടക്കുടിയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, അലാ ഇന്നലെ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയില്ല മോളെ. ഉപ്പാടെ വേദന കണ്ടപ്പോ മോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ഖദീജ വഫാത്തായതിനു ശേഷവും ഒരു ഉമ്മാന്റെ വാത്സല്യം തന്നെ കൂട്ടിപ്പിടിച്ച തന്റെ പൊന്നുപ്പ കട്ടപ്പാടിന്റെ വേദന പറഞ്ഞ് മുറ്റത്ത് ചെന്നപ്പോ ദിക്റ് പറഞ്ഞു തന്നിട്ട് സ്വർഗത്തിന്റെ വാതിൽ പറഞ്ഞു തന്ന എന്റെ ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ അറിയാതെ നിലവിളിച്ചു പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, വാ അബതാ വാ കർബാബാ യാ മൻ അജാബ റബ്ബന ദആ ഇലാ ജിബ്രീല ലനാ വാബത്താ. എന്റെ വാപ്പാന്റെ ദുഃഖമേ, എന്റെ ഉപ്പാടെ ദുഃഖമേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. യാമന ജന്നത്തുൽ ഫിർദൗസി മഅവാ, ജന്നത്തുൽ ഫിർദൗസിലേക്ക് പോകുന്ന ഉപ്പ. യാമൻ അജാബ റബ്ബന ദാ, റബ്ബ് വിളിച്ച വിളിക്ക് ഉത്തരം നൽകി എന്റെ ഉപ്പ പോവുകയാണോ? അതേ മോളെ, ഉപ്പ പോവുകയാണ്. ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നു. പ്രിയപ്പെട്ട മോള് തൊട്ടടുത്തുണ്ട്. എന്റെ പൊന്നുപ്പ കൈവാലയത്തിന് മുമ്പിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ഓടിച്ചെന്ന് പിഞ്ചിളം കൈ കൊണ്ട് തട്ടിമാറ്റി ഉപ്പാനെ തടുകി തലോടി കഴുകി കൊടുത്ത പൊന്നുമോൾ, മദർ ഓഫ് ഹെയർ ഫാദർ. ചരിത്രം പറഞ്ഞു അവളുടെ വാപ്പയുടെ ഉമ്മ ഒരു ഉമ്മയുടെ വാത്സല്യം കൊടുത്ത മോളാണ്. കരളിന്റെ കശനത്തെ വിടപയാണ്. മരിക്കുന്ന നേരത്തെ ദുഃഖം മക്കളുടെ മുഖം അവസാനം കാണുമ്പോഴാണ്. ഇനി എന്റെ മോളെ കാണില്ലല്ലോ, ഞാൻ പോവുകയാണ്, എന്റെ മക്കളെ കാണില്ലല്ലോ. ബന്ധങ്ങളെല്ലാം തീരുകയാണ്, എല്ലാം ഒടുങ്ങുകയാണ്. മരണം ബന്ധങ്ങളുടെ കാതകനാണ്. ഇനി മുത്തം തന്ന മോളെനിക്കെന്റെ മയ്യത്തിരു മുത്തം തരും. കെട്ടിപ്പിടിച്ച എന്റെ ഭാര്യ ഇനി മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയും. എല്ലാം തീർന്നു, എല്ലാം തകർന്നു. പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാര മന്ത്രവും കേൾക്കുന്നു ഞാൻ നരക നിലവിളി. കേൾക്കുവാനില്ലൊരു മൃദുമെന്ന ശബ്ദവും. ഇനിയൊരു ശബ്ദം കേൾക്കാനില്ലല്ലോ. മലക്കുകൾ വിളിക്കുന്നുവല്ലോ, ആയിഷ ഞാൻ പോകട്ടെ, ആയിഷ ഞാൻ പോകട്ടെ, ആയിഷ. സലാം പറഞ്ഞു. അവസാനം ആയിഷ ബീവി പറയാ, ഹബീബായ നബി ഞങ്ങളുടെ ചുണ്ട് വിതുമ്പെന്നത് കണ്ടു. എന്തെന്നറിയാൻ എന്റെ ചെവി ഞാൻ ചേർത്ത് വന്നപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞു, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. നമസ്കാരം കളാക്കരുത്. നമസ്കാരത്തെ സമയം വിട്ടു പിന്തിക്കരുത്. ഉമ്മത്തെ റബീ പ്രഭാഷണം സമാപിക്കുന്നു. എന്റെ കൽബിൽ തൊട്ട് ഞാൻ പറയുന്നു, നിസ്കാരം കളാക്കരുത്. വിടവാങ്ങൽ പ്രഭാഷണം അങ്ങനെയായിരുന്നു. രണ്ടാമത് പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, അല്ലാഹ ഫിന്നിസാ ഫഇന്നഹുന്ന അമാനിൻ ബൈന ഐദീകും. നിസ്കാരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണേ. പെണ്ണെ, മുത്ത് റസൂല് പറഞ്ഞത്
മുത്തലാഖ് പറഞ്ഞ് നിന്നെ കബളിപ്പിക്കണ്ട. അവസാനം എന്റെ റസൂല് പറഞ്ഞത് ഭാര്യമാരെ സ്നേഹിക്കണേ, ഫഇന്നഹുന്ന അമാനിൻ ബൈന അയ്ദീകും, അവര് നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച അമാനത്താണ്. അവളെ കരയിപ്പിക്കരുത്, അവളെ സങ്കടപ്പെടുത്തരുത്, അവള് നിന്റെ കൽബിന്റെ മുത്താണ്. എന്റെ ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു, ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു. ഇരുട്ടിനെ പ്രകാശിപ്പിക്കാമെന്ന വിളക്ക് എന്നേക്കുമായി വിട പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണനാളത്തിൽ നിലവിളി കുരുങ്ങി. മദീന മുഴുവനും ഒരു തേങ്ങലോടെ മുത്ത് റസൂലിന്റെ വീട്ടിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിശബ്ദമായ നീലാകാശത്തിൽ നീലപ്പക്ഷി നീലക്കണ്ണോടെ മയങ്ങുന്നത് പോലെ ആയിഷയുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന തേങ്ങിക്കരഞ്ഞുപോയി. ഓടി വന്നില്ലേ കാട്ടാളനായ ഉമറിന്റെ മോൻ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഊരിപ്പിടിച്ച വാളുമായി, എന്റെ മുത്തു മരിച്ചിട്ടില്ലടാ, എന്റെ റസൂല് വഫാത്തായിട്ടില്ലടാ. ഉമറിനോട് പറഞ്ഞു, ഉമറേ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമറേ, തൂഫിയ റസൂലുള്ളാഹ്, നമ്മുടെ മുത്ത് റസൂല് പോയി ഉമറേ, നമ്മുടെ നായകന് പോയി ഉമറേ. ഇല്ല അബൂബക്കറെ, അങ്ങനെ പറയരുത്, എന്റെ റസൂല് വഫാത്തായിട്ടില്ല. മൂസാ നബി അല്ലാഹുവോട് സംസാരിക്കാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ ഹബീബായ മുത്ത് തിരിച്ചു വരും. അബൂബക്കറേ, എന്റെ റസൂല് വഫാത്തായിട്ടില്ല, അല്ലാഹുവോട് മുനാജാത്തിന് പോയതാണ്. കാട്ടാളനായ ഉമർ വിതുമ്പിക്കരഞ്ഞു. നരകത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന മുത്ത്, പറയാൻ എനിക്ക് സമയമില്ല. ആരോ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്, അരയിൽ തൂക്കിയിട്ട പിച്ചാത്തിയെടുത്തു. എന്റെ ഹബീബ് പോയോ പോയി, എന്റെ ഹബീബില്ലാത്ത മദീന എനിക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് പിച്ചാത്തി കൊണ്ട് കണ്ണുകൾ ചൂന്നെടുത്ത അനുരാഗത്തിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ, ആദർശത്തിന്റെ അതിമചരീയമായ ആന്തോളനത്തിന്റെ തലങ്ങളാണ് വഫാത്തുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്മഹു ലീ മിൻ ഹളറാത്തിക്കും, നിങ്ങൾ എനിക്ക് വിട പറയും. 3 ദിവസത്തെ കാത്തിരിപ്പ്, ശരീരം അഴുകിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന്, നബിയെ, ഇതെന്തോ ഒരു സുഗന്ധമാണ് നബിയെ, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമാണ്, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോഴും സുഗന്ധമാണല്ലോ നബിയെ. ഫസുലുസൂക കാഫൂറുൻ വറുബൂക അംബറു വസുദുസൂക യാകൂതുൻ വബാഖീക ജൗഹറു. ഇതെന്ത് അംബറാണോ നബിയെ, ഇത് മിസ്കാണോ നബിയെ, ഇത് സുന്ദസാണോ നബിയെ? അങ്ങ് വിട പറഞ്ഞപ്പോഴും സുഗന്ധം തീരുന്നില്ലല്ലോ നബിയെ. 3 ദിവസത്തെ കാത്തിരിപ്പ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് മുത്ത് റസൂലിനെ കൊണ്ടുപോയി റൗളയുടെ ചാരത്തേക്ക് വെച്ചു. ആ ചാരത്തേക്ക് വെച്ചിട്ട് കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ കരളിന്റെ കഷണം ഫാത്തിമ പൊട്ടിക്കരയാണ്. എന്റെ ഉപ്പ പോയല്ലോ. കബറടക്കിയിട്ട് തിരിച്ചു വന്ന സഹാബത്തിനോട് ഫാത്തിമ ബീവി ചോദിച്ചൊരു ചോദ്യത്തോടെ ഞാൻ വിട ചോദിക്കട്ടെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് ചോദിച്ചുവത്രേ, അനസേ, എന്തേ ഫാത്തിമ, എങ്ങനെ കഴിഞ്ഞു അനസേ? അത്താബത്ത് അംഫുസുക്കും അൻ തഹ്സൂ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. നീ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിച്ച മുത്തിനെ കബറിലോട്ട് ഇറക്കി വെച്ചിട്ട് ആ പൊൻചമ്പകപ്പൂ വദനത്തിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ കൈകൾക്ക് എങ്ങനെ കഴിഞ്ഞു അനസേ? ഹബീബായ നബിതങ്ങള് കബറിൽ കിടന്നപ്പോ മണ്ണുവാരി ആ മുഖത്തേക്കിട്ടപ്പോ നിങ്ങളുടെ കൈ വിറച്ചില്ലേ അനസേ? എങ്ങനെയാണ് ആ മണ്ണാ ശരീരത്തിലിട്ടത്? തൂക്കുമരത്തിൽ കയറാൻ പോയപ്പോ നിങ്ങൾ എന്നെ തൂക്കിക്കന്നാലും എന്റെ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒരു മുള്ളു കളയുന്നതിന് പകരം തൂക്കുമരവേറ്റെടുത്ത സഹാബ, എങ്ങനെയാണ് ആ പൊൻചമ്പകപ്പൂ തേനിതൾ അതരത്തില് നിങ്ങൾ മണ്ണ് വാരിയിട്ടപ്പോ നിങ്ങൾക്ക് വിറച്ചില്ല അനസേ എന്ന് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതിനൊരു അടിക്കുറിപ്പ് നമുക്ക് രേഖപ്പെടുത്താം.
മുത്ത് റസൂല് വിട പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി കൂട്ടുകാരികളോട് വർത്തമാനം പറയാണ്, ഞാൻ എന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചിട്ടാണ് കിടന്ന് വഫാത്തായത്. പക്ഷേ വഫാത്താകുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, മടിയിൽ കടന്ന് മിസ്വാക്ക് ചെയ്തു കൊടുത്ത് മുഖം തടകിക്കൊടുത്തിട്ടാണ് വഫാത്തായത്, എന്നിട്ടും മുഖം കണ്ടില്ലെന്നോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്താവിന്റെ മുഖം കാണുന്നത്? മടിയിൽ കിടന്നിട്ടാണ് വഫാത്തായത്, ശരിയാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാഞ്ഞത് കൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് മരിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നില്ല. വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാതിരുന്നത് കൊണ്ട് കൊടും പട്ടിണിയായിരുന്നു അന്ന്, കൊടും ദാരിദ്ര്യമായിരുന്നു അന്ന്. എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, റബീ പ്രഭാഷണം ഈ വാക്കോടെ സമാപിക്കട്ടെ. വഫാത്താകുന്ന നേരത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാതിരുന്ന ഒരു പ്രവാചകന്റെ അനുയായികൾ ഇന്ന് നമ്മൾ ആരായി മാറി? അയ്യുഹൽ മുസ്ലിമൂൻ മറാകിബുക്കും കാറൂനിയ വഖുസൂറുക്കും കിസ്റവിയ വമനാഹിബുക്കും ശൈത്താനിയ വഅഫ്ആലുക്കും ജാഹിലിയ വഅഫ്കാറുക്കും ഫിർഔനിയ ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ. ഓ മുസ്ലിമേ, മറാകിബുക്കും കാറൂനിയ, ഇന്ന് നിന്റെ വാഹനങ്ങൾ കാറൂന്റെ വാഹനങ്ങളാണ്. വഖുസൂറുക്കും കിസ്റവിയ വബുയൂതുക്കും കിസ്റവിയ, നിന്റെ വീടുകൾ ഇന്ന് കിസ്റയുടെ കൊട്ടാരം പോലെയാണ്. പക്ഷേ വമനാഹിബുക്കും ശൈത്താനിയ, നിന്റെ ചിന്തകൾ ഇന്ന് ശൈത്താന്റെ ചിന്തകളാണ്. വഅഫ്കാറുക്കും ഫിർഔനിയ, നിന്റെ മനോഭാവം ഫിർഔന്റെ മനോഭാവമാണ്. വഅഫ്ആലുക്കും ജാഹിലിയ, നിന്റെ പ്രവർത്തനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ, മുത്തുനബിയുടെ ശരീഅത്ത് എവിടെ പോയി മുസ്ലിമേ? കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की റിസർവേഷൻ. നബിയുടെ സുന്നത്ത് എവിടെ പോയി? ഈ റബിയ് സുന്നത്തിന്റെ വീട്ടെടുപ്പിനാവാം, ഈ റബിയ് സുന്നത്തിന്റെ പുനർമൂല്യത്തിനാവാം.